Hi everyone, welcome to my channel. ഇതുപോലെയുള്ള സൈഡ് ഭാഗം കീറിപ്പോന്നിട്ടുള്ള ചവിട്ടികളും അതുപോലെ തന്നെ മുഴുവനായിട്ടും കീറിപ്പോന്നിട്ടുള്ള ചവിട്ടികളും കൊണ്ടുള്ള ഒരു നല്ലൊരു ഉപയോഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ചവിട്ടിയുടെ സൈഡ് ഭാഗം മാത്രമേ കീറിയിട്ടുള്ളൂ. ഈ കീറിയ ഭാഗം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഉപയോഗപ്രദമായ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ കീറിയിട്ടുള്ള ചവിട്ടികൾ എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ ഞാൻ ഈ സൈഡ് ഭാഗം കീറിയ ഒരു ചവിട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചവിട്ടിയുടെ ഈ കീറിയ ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടും ഇതേപോലെ കീറിപ്പോന്നിട്ടുള്ള ചവിട്ടിയാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. കുറച്ച് കീറിയതാണെന്നുണ്ടെങ്കിൽ ആ കീറിയ ഭാഗം മാത്രം അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ചവിട്ടിയുടെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കീറിയ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ ലെയേഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കാം. ജസ്റ്റ് നമ്മളിങ്ങനെ കൈകൊണ്ട് മാറ്റിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഓരോ ലേയേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഞാൻ ഈ രണ്ട് പീസിൽ നിന്നും മുഴുവനായിട്ടും ഇങ്ങനെ ഊരിയെടുക്കുകയാണ്. നമുക്ക് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഒന്നിങ്ങനെ മടക്കി വെച്ചതാണിത്. ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം. അങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേ ചവിട്ടിയുടെ ഒരു പീസ് കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം ഇത് നല്ലോണം കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു മോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇനി ഒരു കോലാണ്. പഴയ മോപ്പിൻ്റെ കോലോ അല്ലെങ്കിൽ ബ്രഷിൻ്റെയോ അങ്ങനെ എന്തിൻ്റെയും ഒരു കോല് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ അറ്റത്ത് ഈ കെട്ടിയ ചവിട്ടിയുടെ പീസസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ശേഷം ഈ കോലിന് ചുറ്റും നല്ല പോലെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പം ഇത് ഞാൻ നല്ലോണം ഇങ്ങനെ ചുറ്റും കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ ചവിട്ടിയുടെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കെട്ടിക്കൊടുക്കാം. അല്ല നിങ്ങളുടെ കയ്യിൽ കേബിൾ ടൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇതേ ചവിട്ടിയുടെ ഒരു പീസ് വെച്ചിട്ടാണ് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. ഇത് ഊരി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടുന്നത്. ഇപ്പം ഞാനിത് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു അടിപൊളി മോപ്പായി മാറിയിട്ടുണ്ട്. ചവിട്ടിയുടെ പീസസ് ആയതുകൊണ്ട് തന്നെ നല്ല പോലെ വെള്ളം പിടിക്കും. നമുക്ക് നല്ല വൃത്തിയായിട്ട് തറ തുറച്ചെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ആരും ഇനി കേടുവന്ന ചവിട്ടികളൊന്നും കളയണ്ട. ഇതേപോലെ ചെയ്തിട്ട് നല്ലൊരു മോപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് വാഷ് ചെയ്യാനാണെങ്കിലും നല്ല എളുപ്പമാണ്. ഈ കോലിൽ നിന്നും അഴിച്ചെടുത്തിട്ട് വാഷ് ചെയ്താൽ മതി. നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വേണമെങ്കിലും വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. Thank you.